കൊണ്ടുവയ്ക്കാൻ ചുമപ്പിക്കലും ചെമ്പിക്കലും സുന്നത്തായി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ മൂക്കിന് കീഴെയുള്ള രോമത്തിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ തലയുള്ള തലമുടിയിൽ പോലും നമുക്ക് യാതൊരു അവകാശമില്ല. അത് എന്റേതാണെന്ന് പറയാനുള്ള പവർ നമുക്കില്ല. എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ അതിന് ഒരിക്കലും നിറം മാറ്റം സംഭവിക്കാൻ പാടില്ല. എല്ലാവരും കരുതുന്നത് എന്നും അത് കറുത്ത് തന്നെ ഇരിക്കണമെന്നാണ്. നമ്മുടെ അധികാരത്തിലാണെങ്കിൽ ഒരിക്കലും അതിന്റെ കളറിൽ ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ എന്റെ കൈ, എന്റെ കാല്, എന്റെ കണ്ണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിലൊന്നും ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാവാൻ പാടില്ല, രോഗങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന ഒരു തരത്തിലുള്ള ഇഷ്യൂസും അതിലുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ തന്റേതാണെന്ന് ഊറ്റം കൊള്ളുന്ന, എന്റേതാണെന്ന് മേനി പറയുന്ന, മേനി നടിക്കുന്ന സർവ്വതിന്റെയും അധികാരി, സർവാധികാരിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ലിന്റെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല അടിവരയിട്ട് പറയുന്നുണ്ട്, വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അവനിൽ നിന്നുള്ളതാണ്. എല്ലാത്തിന്റെയും കൈകാര്യകർത്തൃത്വം, എല്ലാത്തിന്റെയും നിയന്ത്രണാധികാരം അത് റബ്ബിന് മാത്രമാണ്, അല്ലാഹുവിന് മാത്രമാണ്. നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള സമ്പത്ത്, സമ്പാദ്യങ്ങൾ, നമ്മുടെ വീട്, അതുപോലെ റബ്ബ് നമുക്ക് നൽകിയ ആഫിയത്ത്, ആരോഗ്യം, അല്ലാഹു തആല നമുക്ക് നൽകിയ മക്കൾ, അതുപോലെ നേതൃത്വവും സ്വാധീനവും അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും, നമ്മുടെ ഭാര്യയും ഇണകളും, കച്ചവടവും തൊഴിലും, നമ്മുടെ കാഴ്ചയും കേൾവിയും തിരിച്ചറിവും ബുദ്ധിയും അറിവുകളും എല്ലാ എണ്ണമറ്റ അനുഗ്രഹങ്ങളും ഓരോ സെക്കൻഡുകളിലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബ് തആല നമ്മിലേക്ക് സമ്മാനിച്ച ഓരോ അനുഗ്രഹങ്ങളും ഇടതടവില്ലാതെ നാം അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ശ്വാസം വലിച്ചു വിടുന്നു, ഓക്സിജൻ നാം ശ്വസിക്കുന്നു, അതാ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് നാം അത് തിരിച്ചുവിടുന്നു. ആ നാം ശ്വസിക്കുന്ന ഓക്സിജന് ഇന്നേ വരെ ₹1 പോലും ഉറപ്പ് ഈടാക്കിയിട്ടില്ല, നമ്മോട് ചോദിച്ചിട്ടില്ല. ആ ഓക്സിജൻ ഒരു പൈസ പോലും നാം അതിനു വേണ്ടി വിനിയോഗിക്കുന്നില്ല. എന്നാൽ ഓക്സിജൻ കിട്ടാതെയാകുമ്പോ സിലിണ്ടറുകളിൽ വെച്ച് അതാ ICU-വിലെ അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലും ആശുപത്രിയിലേക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഇതുവരെ യാതൊരു തടസ്സവുമില്ലാതെ, ശ്വാസ തടസ്സവുമില്ലാതെ നാം അനുഭവിച്ച ഓക്സിജന് 1 മണിക്കൂർ കഴിഞ്ഞ് അതാ നമുക്ക് തരുന്ന ബില്ല് 7000-ന്റെയും 8000-ന്റെയും ബില്ലുകളാണ്. കൃത്രിമമായ ശ്വാസം നൽകിയതിന്, ഓക്സിജൻ നൽകിയതിന് നാം കൊടുക്കേണ്ടി വരുന്നത്. അല്ലാഹു തആലയിൽ നിന്നുള്ള അനുഗ്രഹം ഇതെല്ലാം ഓരോ സെക്കൻഡിലും നാം ആ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹത്തെ, റഹ്മത്തിനെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു പരിധിയില്ല, പരിധിയോ ഇല്ലാത്ത നിലയിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അളവിലുള്ള അനുഗ്രഹങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, സൂറത്തുൻ നഹ്ലിന്റെ 18-ാമത്തെ ആയത്ത്, വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഓരോ നിമിഷവും പരിധിയില്ലാതെ, പരിമിതിയില്ലാതെ നിങ്ങളത് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയാണ്, മഹാന്മാരെ രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ്. സലഫു സ്വാലിഹീങ്ങളിൽ ഒരു മഹാന്റെ അടുക്കൽ ഒരു മനുഷ്യൻ ചെല്ലുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ അയാളോട് അവനാദി പറയാണ്,
ആളിനോട്, ആ മഹാനോട് ആവലാതി പറയുകയാണ്, വേവലാതി പറയാണ്. ഞാൻ വലിയ ഇടുക്കത്തിനാണ്, സാമ്പത്തികമായി വലിയ പ്രയാസത്തിനാണ്, ഞാൻ വല്ലാത്ത പ്രയാസത്തിനാണ്, പ്രശ്നത്തിനാണെന്ന് പറയുമ്പോ ആ മഹാനത ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, മോനെ അത്തുഹിബ്ബു അന്ന ലക ബിബസ്വരിക ഹാദല്ലദീ തുബ്സിറു ബിഹി മിഅത അൽഫ ദിർഹമിൻ. നീ കാണുന്ന ഈ കണ്ടിട്ടല്ലോ, അതൊരു 1000 ദിർഹമിന് നീ എനിക്ക് നിൽക്കുമോ? നീ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, നീ കാഴ്ചകൾ കാണുന്ന കണ്ടുണ്ടല്ലോ, 1000 ദിർഹമിന് നീ എനിക്കത് വിൽക്കുമോ? ഖാല റജുലു ലാ, മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ വിൽക്കൂല. വീണ്ടും ആ മഹാന ചോദ്യം ആവർത്തിക്കുകയാണ്, ഫബിയദിക മിഅത അൽഫ ദിർഹം, ഞാൻ നിനക്ക് 100 ദിർഹം തരാം, നിന്റെ കൈ രണ്ടും എനിക്ക് തന്നേക്കുമോ? ഖാല റജുലു ലാ, ഞാൻ തരില്ല. മൂന്നാമതും ചോദിക്കുന്നു, ഫബിരിജിലിക, നീയതാ അനായാസമായി യാതൊരു പ്രയാസവുമില്ലാതെ നടക്കുന്ന കാലുണ്ടല്ലോ, ആ കാല് നീ എനിക്ക് തന്നേക്കുമോ? ഖാല ലാ, ഞാൻ തരില്ല എന്ന് പറയുമ്പോ ആ മഹാനായ മനുഷ്യൻ പറയാണ്, മോനെ റബ്ബിനെ നീ ചീത്ത പറഞ്ഞല്ലോ, അല്ലാഹു തആല നിന്നെ പരിഗണിക്കുന്നില്ലെന്ന് നീ അവലാതി പറഞ്ഞല്ലോ, വേവലാതി പറഞ്ഞല്ലോ. ഫദക്കിറുഹു നിഅമല്ലാഹി അലൈഹി, റബ്ബ് നിന്റെ പേരിൽ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രയാണ്. എത്ര വലിയ അനുഗ്രഹമാണ് നിന്റെ കണ്ണ്, എത്ര വലിയ അനുഗ്രഹമാണ് നിന്റെ കാത്, എത്ര വലിയ അനുഗ്രഹമാണ് നിന്റെ കൈകാലുകൾ, നിന്റെ തിരിച്ചറിവുകൾ, ബുദ്ധികൾ. അതിനെയെല്ലാം റബ്ബ് നൽകിയ അനുഗ്രഹത്തെ നീ സ്മരിക്കണേ മോനെ. ഫഖാല ലഹു, എന്നിട്ട് ആ മനുഷ്യനോട് പറയുന്നു, അറാ ഇന്നക മിഈന ഉനൂ വഅൻത തശ്കുൽ ഫഖറ വൽ ഹാജ. നിന്റെ അടുക്കൽ, നിന്റെ ശരീരത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യമാണ് റബ്ബ് നിനക്ക് തന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് നീ ആവലാതി പറയുന്നത്, വിവേവലാതി പറയുന്നത്? റബ്ബ് നിനക്ക് നൽകിയ സംവിധാനങ്ങൾ എത്ര വലുതാണ്, എത്ര ലക്ഷം രൂപയുടെ സംവിധാനങ്ങളാണ്, അവയവങ്ങളാണ് ഓരോ നിനക്ക് തന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് നീ വേവലാതി പറയുന്നത്, ആവലാതി പറയുന്നത്, ആ റബ്ബിനെ കുറിച്ച് മലാതി പറയുന്നത് എന്ന് ആ മനുഷ്യനോട് ചോദിച്ചുവെന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോ അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളുടെ വ്യാപ്തി നാം തിരിച്ചറിയണം. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് മൂടി വയ്ക്കാതെ നാം ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതുമാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടം. അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത്, റബ്ബ് നമുക്ക് നൽകിയ മറ്റുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളൊന്നും മൂടി വെക്കാൻ പാടില്ല. മൂടി വെക്കാതെ ആ റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതും അല്ലാഹു തആല അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അഥറ നിഅമതഹു അലാ അബ്ദിഹി. ഒരു മനുഷ്യൻ അല്ലാഹു തആല ഒരു നിഅമത്ത് നൽകിയാൽ അത് അവനിൽ കാണുന്നതിന് അല്ലാഹു തആല ഇഷ്ടപ്പെടുകയാണ്. ഒരു മനുഷ്യൻ അല്ലാഹു സമ്പത്ത് നൽകിയാൽ ആ സമ്പത്തിന്റെ അഥറുകൾ അവന്റെ ജീവിതത്തിൽ കണ്ടുകൊള്ളണം. ഒരാൾക്ക് അല്ലാഹു തആല അതുപോലെയുള്ള മറ്റുള്ള അനുഗ്രഹങ്ങൾ നൽകിയാൽ ആ അനുഗ്രഹങ്ങളെ അവന്റെ ജീവിതത്തിൽ നിഴലിക്കണം. ആവശ്യത്തിന് എല്ലാം ഉണ്ടായിട്ട് എല്ലാം മൂടിവെച്ച് ഇല്ലായ്മയും എല്ലായ്മയും പറഞ്ഞ് വസ്ത്രത്തിലും ഭക്ഷണത്തിലും പാർപ്പിടത്തിലും വാഹനത്തിലും ദാനധർമ്മങ്ങളിലുമൊക്കെ ദാരിദ്ര്യ ജീവിതം നയിക്കുന്നത് ഏറ്റവും വലിയ നന്ദികേടാണ്. അല്ലാഹു തആല അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. റബ്ബ് സമ്പത്ത് തന്നാൽ അത് കാണണം, അതവന്റെ വസ്ത്രത്തിൽ കാണണം, അതവന്റെ വീട്ടിൽ കാണണം. അതുപോലെ മറ്റുള്ള മുഴുവൻ മേഖലകളിലും അവൻ നൽകുന്ന ദാനധർമ്മങ്ങളിൽ പോലും റബ്ബ് നൽകിയ ആ അനുഗ്രഹത്തിന്റെ നന്ദി കാണണം. എന്ത് ചോദിച്ചാലും ഇല്ലായ്മ പറയരുത്, ഇല്ലയുടെ ആൾക്കാരായി നമ്മൾ മാറരുത്. എന്ത് ചോദിച്ചാലും എത്ര വലിയ കച്ചവടം നടന്നാലും മോശ, അത് മോശമായിട്ടേ വരുള്ളൂ.
എത്ര വലിയ ലാഭമുണ്ടായാലും കച്ചവടക്കാക മോശത്തില്